നമ്മളിന്ന് ഒരു ചെറിയൊരു ട്രിപ്പിന് പോവുകയാണ്. സേലത്തുള്ള ഏർക്കാടിലേക്കാണ് പോകുന്നത്. അതിനു മുന്നേ ഓണത്തിന് ലീവില്ല എന്ന് പറഞ്ഞ ഏട്ടനെ 3 ദിവസത്തെ ലീവ് കൊടുത്ത അർജുവേട്ടനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വ്ളോഗിലേക്ക് കിടക്കാം. നമ്മൾ 3 ഫാമിലീസായിരുന്നേ ഉണ്ടായത്. ഒന്ന് നമ്മൾ, ഒന്ന് അർജുവേട്ടൻ്റെ ഫാമിലി, ഒന്ന് നിതിനേട്ടൻ്റെ ഫാമിലി. അങ്ങനെ ഇത് 6 മണിക്കിറങ്ങിയ നമ്മൾ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ശരവണ ഭവനിൽ കയറി നല്ല ചൂട് മസാല ദോശയും ചായയും കുടിച്ചിട്ടാണ് അടുത്ത യാത്ര പുറപ്പെട്ടത്. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഏർക്കാടിലെ ബോട്ട് ഹൗസ് ആയിരുന്നേ. നമ്മളിവിടെ 12 മണിയായിനെ എത്തുമ്പോൾ. എന്നാൽ ആ ഉച്ചേൻ്റെ ചൂടോ അങ്ങനെയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലേ. ഒരു ഊട്ടി കൊടൈക്കനാലിൽ പോയ ഒരു ഫീൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ബോട്ട് വന്ന് അതിൽ കയറി. എന്തായിട്ടും നല്ല ഉണ്ടായിരുന്നു. വാമീൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നേ. അവൾക്കും എന്തായിട്ടും ഇഷ്ടപ്പെട്ടു. കാരണം അവളിങ്ങനെ ചിരിച്ചുകൊണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ആദ്യം നിന്ന് ഇറങ്ങി. പിന്നെ ഒരു നല്ലൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. എല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത്, ഫാമിലി ഫോട്ടോസ് എടുത്ത്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ആദ്യം പോയ റെസ്റ്റോറൻറ്റിൽ മീൽസും ബിരിയാണിയും മാത്രമായിരുന്നേ ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വേറെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് നോക്കിയിട്ടാണ് പോയത്. അവിടെ നിന്ന് നമ്മൾ ചപ്പാത്തി, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെ കുറേ ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത് പോയത് ഒരു പീക്കു പാർക്കിലേക്കാണ്. അതായത് ഒരു ബേർഡ്സ് പാർക്കിലേക്ക്. ഇവിടെ കാണാൻ കുറേ ഉണ്ടായിരുന്നേ. ഇവിടെയാണ് ശരിക്കും നമ്മൾ കുറേ സമയം ചിലവഴിച്ചതെന്ന് വേണം പറയാം. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ ഈ ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ നല്ല ബാക്ക്ഗ്രൗണ്ട് ഏരിയാസൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ നേരെ പോയത് ഈ ബേർഡ്സിൻ്റെ പാർക്കിൻ്റെ ഉള്ളിലേക്കാണ്. അതായത് എല്ലാ ബേർഡ്സും ഇങ്ങനെ അവിടുന്ന് ഫുഡ് തരും. നമ്മൾ തൃശ്ശി ബേർഡ്സ് പാർക്ക് പോലെ തന്നെ ഇങ്ങനെ കയ്യിൽ വന്നിരിക്കും. പക്ഷെ അതുപോലെ വന്നിരിക്കുന്നില്ലേ, ഏതെങ്കിലും ഒന്ന് അങ്ങനെയേ ഉള്ളൂ. പിന്നെ മാമിക്ക് കുറേ ഡൗട്ട് ഉണ്ടായിരുന്നു, എന്താ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഇങ്ങനെ നിന്നപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് പുറത്ത് കഴിഞ്ഞ്. അതിൻ്റെ പുറത്തായിരുന്നു ഒട്ടകപ്പക്ഷി, പട്ടി, പിന്നെ കുറേ ആട്, പശു അങ്ങനത്തെ, പിന്നെ പാമ്പിൻ്റെ അങ്ങനെ പിന്നെ കുട്ടികൾക്ക് കളിക്കേണ്ട പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ച്. പിന്നെ ഇതിൻ്റെ പുറത്ത് കയറി. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വന്ന് അതിന് ശേഷം നമ്മൾ കുറേ മീനിൻ്റെ അടുക്കേക്കാണ് പോയത്. അവിടെ നിന്ന് ഇങ്ങനെ അവർ ഫുഡ് തന്നത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ കൂട്ടത്തോടെ വന്ന് കഴിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് വിട്ടേ. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി ട്രിപ്പ് വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.